ഇതോട്ടെ കർമ്മ റോഡ്. 9 മണിക്ക് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത്. മക്കള് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വന്നതാണ്. നടന്നുകൂടി. ഞങ്ങൾ എവിടെ ഉണ്ടായിരുന്നുള്ള കർമ്മ റോഡിൽ എവിടെ ഉണ്ടായിരുന്നുള്ള കൂടി കാണിച്ചാൽ ഈ തെങ്ങിൻ്റെ അടയാളം കണ്ടാൽ മതിട്ടാ. ഇവിടെ നിന്നാണ് ഇവർ വീഡിയോ എടുത്തതെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ വന്ന ഈ ഒരു തെങ്ങിൻ്റെ ഒരു സീനറിയൊക്കെ കാണാം. ഓക്കെ, തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ കാണി താഴത്തുള്ള കൊലൊക്കെ വെട്ടണം. എന്തായാലും ഇനി ഇവിടെ നിന്ന് നോക്കട്ടെ എന്തൊക്കെ വാങ്ങണ്ടെന്നുള്ളത്. എന്തെങ്കിലും മക്കൾക്ക് വാങ്ങി കൊടുക്കണമല്ലോ. അപ്പം കുട്ടികൾക്ക് നമ്മളുള്ളപ്പോഴല്ലേ ഇതൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. വേഗം വരെ. എന്താ വേണ്ടത് പറയും മക്കളെ. എന്താ ഇവിടെ കുട്ടിക്ക് എന്താ വേണ്ടി ഉസ്മാനെ? എന്താ വേണ്ടി? അക്ബർ എന്താ വേണ്ട ചോദിച്ചാ ഞാൻ പൈസ വായിക്കൊണ്ട്. ആ എന്താ വേണ്ടി? അല്ല എന്താ വേണ്ട അസീന നമ്മളെ ഇളയച്ചനോടല്ല എന്താ വേണ്ടി മേടിച്ചോ. പൈസ നമ്മളെ ഞാൻ പോകാൻ വിളിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും ഉണ്ട് ഉണ്ടാക്കാൻ. അനിയ അക്ബറാണ് കുട്ടികളൊക്കെ പാടെ. ഒരു മക്കൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഇളയച്ചിനോട് ചോദിക്കട്ടെ. ഇളയച്ചി എന്താ വേണ്ടത്? നമ്മളെ മക്കള് ഇവിടെ പലതുണ്ട്. എന്തൊക്കെയാ ഇപ്പോൾ വാങ്ങിട്ടെന്നുള്ളത് കൊടുത്തുമില്ല. മക്കളെ സന്തോഷം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇന്നെന്തിനാ വിളിക്കാൻ പറ്റും? ഇവരെല്ലാവരും പറഞ്ഞാണ് ഇപ്പം നിങ്ങൾ വരും. ഇവിടെ എന്താണ് ഇതെന്താ സ്ഥലം? എന്താണ് കർമ്മ റോഡ്? എന്തപ്പോൾ ഇവിടെ വാങ്ങിക്കൈ കർമ്മ റോഡിലേക്ക് വരാൻ പറഞ്ഞിട്ട് മക്കൾ വന്നതാ. എന്താണ് വേണ്ടത്? എന്താണ് ഒരു ഒന്നും വേണ്ട. അക്ബർ പറയും ഒന്നും വേണ്ട. ദയവ് ചെയ്തൊരു വീഡിയോ എടുക്കാതിരിക്കുന്നു. ഏത് ഹോട്ടലിലേക്കാണ് പോകണ്ടേ? വേഗം പറയും. അക്ബർ എവിടേക്കാണ് പോകണ്ടേ? എൻ്റെ അനിയനോട് ഇവിടെ എവിടേക്കാണ്? കർമ്മ റോട്ടിലേക്ക് പോയാൽ മതി. അല്ലേ, ഞങ്ങൾ ഏട്ടനും അഞ്ചന്മാരൊക്കെ പാടെ കൂടിയിട്ട് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ആ വാങ്ങെടുത്തോളൂ. കുട്ടികൾക്ക് വാങ്ങി. കുട്ടികൾ എന്താ വേണ്ട ചെന്നോളൂ. മക്കളെ എന്താ വേണ്ട ചെന്നോളിട്ടാ. ആ അയ്യവാ. അങ്ങനെ കർമ്മ റോട്ടിൽ വന്നിട്ട് മക്കളൊക്കെ ഇതിങ്ങനെ വാങ്ങി കഴിച്ചോളൂ. ഞാനിത് കഴിക്കട്ടെ. കുട്ടികൾ ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരികയാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കാറ്റുകൊണ്ടിരിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. എൻ്റെ അവിടെ നിന്ന് അതിനത്ര ദൂരമൊന്നും ചേട്ടാ. കയറി വന്ന ഒരു 15 മിനിറ്റുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പിടിക്കാനും. എന്തായാലും ഇതൊക്കെ തിന്നുമ്പോൾ ചെറുപ്പത്തിലെ ഓർമ്മ വരികയാണ്. പല്ല് പെട്ടെന്ന് പുളിക്കും. കുറച്ച് മസാല ഇടേ. കുട്ടിക്ക് എന്താ വേണ്ടേ? നിന്റെ മൂത്തപ്പടെ കുട്ടിക്ക് എന്താ വേണ്ടേ? നീ വേണോ? വേണമെങ്കിൽ പറഞ്ഞോ. അനക്കെന്താ എൻ്റെ കുട്ടിക്ക് ഇനി വേറെ നിശ കണ്ടപ്പോൾ ചീത്ത അറിയും. ഓളെ കണ്ണീന്ന് വെള്ളം എന്ന് പറയും. എൻ്റെ മൂത്ത മോള് ഓളെ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. മക്കൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് കേൾക്കട്ടെ. എല്ലാവരും കർമ്മ റോഡൊക്കെ ഒന്ന് കാണാൻ പോര്. ഇവിടെ വന്നിട്ട് കുറച്ചേരം എല്ലാ സാധനങ്ങളും വാങ്ങി കഴിക്കുക. നല്ല വാങ്ങണം. നമ്മൾ വരുമ്പോഴല്ലേ ഈ മക്കളെ കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. അവരിങ്ങനെ സ്വപ്നം കണ്ട് കുത്തിരിക്കുകയാണ്. ഇപ്പോൾ വന്ന അപ്പൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി തരുന്ന വിചാരിച്ചു. മൂത്ത മോള്
നാളെ പെരുന്നാളിൻ്റെ അന്ന് രാത്രി 12 മണിക്കുണ്ട് ഇവരെല്ലാവരും കൂടി ഇപ്പം കർമ്മ റോട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മൂത്ത മോള് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ രാത്രി 12 മണിക്ക് വന്നതാണ്. പിന്നെ ഞാൻ അതും വരൂല. പിന്നെ എന്താ വെച്ചാൽ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയതല്ലേ. പിന്നെ ഓള് ഓളെ പെരയിലേക്ക് പോണ സമയത്ത് ഓള് സങ്കടപ്പെട്ട് പോക്കുണ്ട്. പിന്നെ കുട്ടികൾ അവനെ മക്കൾ പോയി കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു വിഷമമാണ്. അപ്പം നമ്മളിങ്ങനെ പലതും ആലോചിക്കും, എൻ്റെ കുട്ടി ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുപോയി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷമം മനസ്സിൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓള് പറഞ്ഞ കാര്യം രാത്രി ഇതേമാതിരി കർമ്മ റോട്ടിലേക്ക് വന്നതാണ്. അപ്പം ഇനി ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഓക്കെ, അത് എത്ര വേണ്ട വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുക, എല്ലാവർക്കും മക്കൾക്കൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കും. ഇളച്ചി ഈത്തറിനൊക്കെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? എത്ര വേണ്ട നിങ്ങൾ ആ ചാക 2-3 എണ്ണം വാങ്ങി തരുന്നുണ്ട്. എത്ര വേണ്ട വെച്ചാൽ കുട്ടികൾക്ക് വരച്ച് കൊടുക്കുക. ഇതാണ് മൂത്തച്ഛൻ. എല്ലാവരും ശരിക്കും എത്ര എന്താണ്ട് അതാ വലുതൊക്കെ എടുത്തോട്ടെ. നിങ്ങൾ എടുത്തോളെ. ഇങ്ങോട്ട് പോകുന്നവിടെ കണ്ടാൽ വേണം. ഞാൻ വേഗം മൊബൈൽ കട്ടാക്കട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ആർക്കാ കിട്ടാനുള്ളത് പറഞ്ഞോളെ. എല്ലാവർക്കും കിട്ടിയാ? എല്ലാവർക്കും കൊടുത്തോളെ. ഇളയച്ചൻ്റെ അടുത്ത് വിളിച്ച ചീത്തയിട്ട് നിങ്ങളൊരു 3 എണ്ണം വാങ്ങി തരും. എന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ വിടാതെ വലിയ വർത്തനം പറയാം. എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക, എല്ലാവർക്കും വാങ്ങി. ആ വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ വർത്തനം പറയുമ്പോൾ അടിക്കണത്ര എന്നെ പിടിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും വാങ്ങിക്കോളിൻ്റെ മക്കളെ. ഇളച്ചിക്ക് എത്ര വേണ്ടത് നിങ്ങൾ വാങ്ങിക്കോളി. കാരണം കൂടുതൽ വാങ്ങണ്ട. നിങ്ങൾ വാങ്ങിക്കോളി. വീഡിയോൻ്റെ മുന്നിൽ വേഗം പറിച്ചാൽ കിട്ടിയില്ലേ? തിന്നാൻ പോട്ടെ. എന്താ മോളെ പാടി? അടിപൊളി. എൻ്റെ അനിയനിക്ക് ഓളെടുക്കണ്ട. അനിയനെടുത്തില്ലേ? അപ്പോൾ ഞങ്ങൾ കേൾക്കട്ടെ. സംഭവം അടിപൊളിയാട്ടോ, സൂപ്പറാ. അതൊന്ന് വാങ്ങിയാൽ മതി. കടറ വാങ്ങിക്കോളൂ. അങ്ങോട്ട് പോയിക്കോളെ. എന്താ വേണ്ട വെച്ചാൽ വാങ്ങി കൊടുക്കും മക്കൾക്ക്. പോയിക്കോളെ. അക്കപ്പുറാണ്ട് നടന്നോളൂ. അക്കപ്പുറ കുട്ടികൾക്ക് നാസ്തയിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്താണ് മക്കൾ നിങ്ങൾക്ക് വേണ്ടത്? ഷവർമ്മ. എന്താ വേണ്ടത്? ഷവർമ്മ വേണ്ടത്? ലോഡർ പ്രൈസ്. അനക്കെന്താ വേണ്ടത് മോളെ? അനക്കോ എന്ത് വർക്കണ പറയും? അത് മതിയാ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ചാവക്കാട് ഷവർമ്മ. എന്താണ്ട് എന്നാ വരി എല്ലാവരും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഞങ്ങൾ പോകണഞ്ഞ് അവിടുന്ന് കുട്ടികൾക്കൊക്കെ അവിടുന്ന് നാസ്തൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇവിടുന്ന് വേറെ എന്തൊക്കെ അവിടുന്ന് എന്തൊക്കെ കഴിക്കണം. അവിടെ ആൾ ഫുള്ള അവരോട് കഴിയട്ടെ. അവരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒന്നും കാണാനില്ല. വെറുതെ സമയം പോക്കിന് വേണ്ടി വന്നതാ. എന്തായാലും കണ്ടോട്ടെ. അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടമാന ലൈറ്റ് പോലെ എന്തൊക്കെയുള്ള പോലെ തോന്നും. അപ്പോൾ അവിടുന്ന് വണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവം. അത് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞാൽ പിന്നെയൊക്കെ കഴിഞ്ഞാൽ അവിടെയും പിന്നെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും വാങ്ങി കൊടുക്കട്ടെ. നമ്മളൊക്കെ വരുമ്പോഴല്ലേ അതൊക്കെ വാങ്ങി കൊടുക്കുള്ളൂ അവർക്ക്. അപ്പം ഇനി ഇവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, ഇനി പിന്നെ നോക്കട്ടെ. പിന്നെ എവിടെയെങ്കിലും നല്ല സ്ഥലമാണെങ്കിൽ കപ്പിൾ എടുക്കണ്ടേ. അതാണ് എന്ത് രസം നേരം ഇങ്ങനെ കാണാൻ. ഞാൻ എപ്പോഴത് കാണണ്ടേ. എന്തായാലും ഇവിടെ കൊണ്ട് വെക്കുക. കുട്ടികൾക്ക് അവൽ മിൽക്കും കുട്ടികൾ വേറെ എന്തൊക്കെയാണ് പലതും പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കട്ടെ. അപ്പം എന്തായാലും ഇന്നിപ്പോൾ എത്രാം തീയതി? 22/6/2025 വീഡിയോയുടെ ഡേറ്റൊക്കെ പറയട്ടെ. റിസ്വാനെ
രണ്ട് കൊണ്ടില്ല പോയിട്ട് ചെല്ലേ അവിടെ കൊടുക്കുക എല്ലാവർക്കും കൊടുക്ക്. അയ്യോ എന്താ മക്കളെ സന്തോഷം നോക്കാണേ. അയ്യോ ഇതാ മക്കളെ നിങ്ങൾ കഴിക്ക. മക്കൾക്കൊക്കെ കൊടുക്കുക. ഞാൻ എന്തൊക്കെ വേണ്ട പറഞ്ഞോടി. എന്താ പോരാ മൂത്തപ്പട കുട്ടിക്ക് മോളെ പോരാ. നിന്റെ കുട്ടിക്ക് ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ വരും കേട്ടോ. എനിക്ക് വേണ്ട മതിയാ. എന്നാ വാട്സപ്പ് അനക്ക് റിസ്ബാൻ എന്താ വേണ്ടേ? ഞങ്ങളിവിടെ വെക്കട്ടെ. ഞാനെൻ്റെ മോനെ കൂടി രാഹുൽ മിൽക്ക് കഴിക്കുകയാണ്. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. എന്താണ് ഭയങ്കര തണുപ്പാ. കോപ്പിറൈറ്റ് ഉണ്ടാവും. വേറെ എടുക്കാം, അത് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. അങ്ങനെ വന്നിട്ട് നമ്മളിതാ ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചത്. നിങ്ങളെ പേരെന്താ? താഹിറല്ലേ? ഇവിടെ എത്ര വർഷമായി? ജ്യൂസ് പോണ്ടില്ലേ? നിങ്ങൾ കാണുന്നുണ്ടില്ലേ? ശരി. ഇന്നെ അറിഞ്ഞോണ്ടാണ് നിങ്ങൾ ചോദിച്ചു നോക്കിയല്ലേ? നോക്കാണ് ഇവര് പറഞ്ഞേട്ടാ. അപ്പൊ ഇവര് ബോംബെ മാനി പറഞ്ഞാൽ അതൊക്കെ കാണലുണ്ട് അത്ര. അപ്പൊ ഞാൻ അതറിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഇവര് എന്നോട് ചോദിക്കണേ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞ അതന്നെ സംഭവം. എന്തായാലും കച്ചവടത്തിലൊക്കെ ഇവിടെ ജ്യൂസൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ജ്യൂസൊക്കെ മേടിച്ച് ഞങ്ങൾ പോകട്ടെ. താങ്ക് യു. ഞങ്ങൾ ഇവിടുന്ന് പോവേട്ടാ. നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഇപ്പോൾ 11:30 മണിയായി. 21/6/2025 വീഡിയോയാണ്. മക്കൾ ഇവിടെ വന്നിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കടയിൽ വന്നിട്ടാണ് ജ്യൂസൊക്കെ കുടിക്കൽ. ഇപ്പോൾ ഞാൻ ഇവിടെ അറിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മക്കൾ പറയാണ്, കുട്ടികൾ പറയാം ഇവിടെ അനിയനെ കൂട്ടി വരുവുണ്ടേ. അപ്പോൾ കുട്ടികൾ പറയാം ഇവിടെ വന്നിട്ട് അപ്പോൾ ജ്യൂസ് കുടിക്കണം. കുഴപ്പമൊന്നും ചേട്ടാ, ജ്യൂസൊക്കെ നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നെയാണ് ഉണ്ടാക്കി തന്നേക്കണത്. എന്തായാലും ഇനി ഞങ്ങൾ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇവിടുന്ന് വീട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഓക്കെ.